രാജ്യത്ത് നിന്ന് മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ച സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ പാർലമെന്റിൽ ഇന്ന് മാവോയിസ്റ്റ് മുക്ത ചർച്ച നടക്കും. ടിഡിപി എംപി ബൈറഡി ഷഭാരിയും ശിവസേന അംഗം ശ്രീകാന്ത് ഷിൻഡെയും ചേർന്നാണ് ചർച്ചയ്ക്ക് തുടക്കമിടുക. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകും. രാജ്യം മാവോയിസ്റ്റ് മുക്തമായി പ്രഖ്യാപിക്കാൻ ഒരു ദിനം ബാക്കി നിൽക്കെ മാവോയിസ്റ്റ് സ്വാധീന മേഖലകളിൽ സുരക്ഷാ സേനയുടെ മെഗാ ഓപ്പറേഷൻ തുടരുകയാണ്. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, മാവോയിസ്റ്റ് മുക്ത ഭാരത പ്രഖ്യാപനത്തിന് തൊട്ടു മുന്നോടിയായുള്ള ചർച്ചകളാണ് നടക്കുന്നത്. വിശദാംശങ്ങൾ. ജിൽസി, 2026 മാർച്ച് 31 രാജ്യം മാവോയിസ്റ്റ് മുക്തമാകുമെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുമ്പ് പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനത്തിന്റെ തീയതി അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നാളെയാണ് മാർച്ച് 31. അതിനു മുന്നോടിയായിട്ടാണ് ഇന്ന് പാർലമെന്റിൽ ഈ വിഷയത്തിൽ ചർച്ച നടത്താനായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ലോക്സഭയിലായിരിക്കും ഇന്ന് ചർച്ച നടക്കുക. ചർച്ചയ്ക്ക് ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിന് മറുപടി നൽകുകയും ചെയ്യും. ടിഡിപി എംപി ബൈറഡി ഷഭാരിയും അതോടൊപ്പം തന്നെ ശിവസേന അംഗം ശ്രീകാന്ത് ഷിൻഡെയുമായിരിക്കും ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുക. വിശദമായിട്ട് തന്നെ ഈ വിഷയം സഭക്കകത്ത് ചർച്ച ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിന് മറുപടി നൽകുക. 31 തന്നെ എല്ലാ മാവോയിസ്റ്റുകളെയും ഒന്നെങ്കിൽ പിടികൂടുകയോ അല്ലെങ്കിൽ അവർ ആയുധം വെച്ച് കീഴടങ്ങുകയോ ചെയ്യണമെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിവിധതരം പരിശോധനകൾ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്നിരുന്നു. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ മാവോയിസ്റ്റ് സ്വാധീനം കൂടുതലുള്ള മേഖലകളുണ്ട്. അവിടെയെല്ലാം ഈ അവസാന ഘട്ടത്തിൽ വ്യാപകമായിട്ടുള്ള തിരച്ചിലുകളാണ് നടക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്താൻ സാധിച്ചു. മറ്റു നില മാവോയിസ്റ്റുകൾ ആയുധം വെച്ച് പോലീസിന് മുന്നിൽ കീഴടങ്ങുകയൊക്കെ ചെയ്തിരുന്നു. ഇനി വളരെ ചുരുക്കം ചില മാവോയിസ്റ്റുകളെ മാത്രമാണ് പിടികൂടാനുള്ളത് എന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുകൊണ്ട് ഒരു പ്രതികരണം പുറത്തു വന്നത്. അവരെയും കൂടി എത്രയും വേഗം പിടികൂടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. ഇനിയിപ്പോൾ സമയപരിധി അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ബാക്കിയുള്ള മാവോയിസ്റ്റുകളെ കൂടി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രത്യേകം സംഘങ്ങളായി തിരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ബസ്തർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയമായിരിക്കും ഇന്ന് പാർലമെന്റിൽ വിശദമായിട്ട് തന്നെ ചർച്ചയ്ക്കുണ്ടാവുക. പ്രതിപക്ഷം ഉൾപ്പെടെ ചർച്ചയുടെ ഭാഗമാകണമെന്ന് കൂടി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്.